ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ബ്ലൂം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു സ്ട്രോബെറി ജ്യൂസാണ്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ സ്ട്രോബെറീസാണ്. ധാരാളമായിട്ട് സ്ട്രോബെറീസ് കിട്ടുമ്പോൾ ഇതുപോലെ ഫ്രോസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ചീത്തയായി പോകുന്നത് ഒഴിവാക്കാനായിട്ട് ഇത് നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം. ഇനി നോർമൽ സ്ട്രോബെറീസാണ് കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കൂ. കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും ഇതുപോലെ സ്ട്രോബെറീസ് ഇങ്ങനെ ഫ്രോസൺ ആക്കി എടുത്തിട്ടുള്ളത് ചേർക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയിലയും ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പി തന്നെയാണിത്. തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ധാരാളം സ്ട്രോബെറീസൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.